വിശുദ്ധ ഔസേപ്പ് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാതൃക. വിശുദ്ധ ഔസേപ്പ് എന്തെങ്കിലും സംസാരിക്കുന്നതായി നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നില്ല. എന്താണ് അതിനുള്ള കാരണം? അദ്ദേഹം പ്രാർത്ഥനയിലൂടെ ഉന്നതമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നതിനാലാണ് അധികം സംസാരിക്കാതിരിക്കുന്നത് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ഉന്നതമായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാതൃകയാണ് വിശുദ്ധ യൗസേപ്പ്. അദ്ദേഹം പ്രാർത്ഥനയിലൂടെ ദൈവവുമായി നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. പരിശുദ്ധ കന്യാമറിയം ഗർഭിണിയായി കാണപ്പെട്ടു അവസരത്തിൽ വിശുദ്ധ ഔസേപ്പ് അസ്വസ്ഥനായി. എങ്കിലും ദൈവദൂതൻ കാണപ്പെട്ട് വന്യപിതാവിനെ അറിയിക്കുന്നു. കന്യാമറിയം ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ് എന്ന് ഹെറോദേസ് ശിശുവിനെ വധിക്കാനുള്ള ഉപജാതത്തിൽ ഏർപ്പെടുന്ന വിവരം ദൈവദൂതനാണ് അദ്ദേഹത്തെ അറിയിക്കുന്നത്. ഈജിപ്തിൽ നിന്നും ഉള്ള പ്രത്യാഗമനം വത്സലപിതാവ് ദൈവത്തിൻ്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ചാണ് നിർവഹിച്ചത്. സംഭവം: ഇറ്റലിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജിയോവാനി എന്ന യുവാവ് 1871 കഠിന രോഗബാധിതനായി. സമർത്ഥരായ അനേകം ഡോക്ടർമാരെ കൊണ്ട് ചികിത്സ നടത്തിയെങ്കിലും രോഗശമനം ഉണ്ടായില്ല. ഇനി യാതൊരു മാർഗവും അവശേഷിക്കുന്നില്ല എന്നു ബോധ്യമായി ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം വിറ്റ് ആ കുടുംബം ഈ രോഗം മൂലം തീരെ നിർധനാവസ്ഥയിലായിത്തീർന്നു. കണ്ണീരും കൈയുമായി തീർന്ന കുടുംബാംഗങ്ങൾ ഡോക്ടർമാരോട് എന്തെങ്കിലും വിധത്തിൽ ജിയോവാനിയെ രക്ഷിക്കണമെന്ന് കരഞ്ഞപേക്ഷിച്ചു. പക്ഷേ ഡോക്ടർമാരുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഈ രോഗിക്ക് രക്ഷ പ്രദാനം ചെയ്യുവാൻ ഇന്നുള്ള യാതൊരു വൈദ്യശാസ്ത്രത്തിനും സാധ്യമല്ല. ദൈവ സഹായം കൊണ്ട് മാത്രം ഒരുപക്ഷെ ഇയാൾ രക്ഷപ്പെട്ടേക്കാം. മരണത്തിൻ്റെ വക്കിലെത്തിയെന്ന് ബോധ്യമായിരുന്നതിനാൽ ഇടവക വികാരി ജിയോവാനിക്ക് രോഗിലേപനം നൽകിയിരുന്നു. മാറിയോസേപ്പിൻ്റെ ഉത്തമ ഭക്തരായ കുടുംബാംഗങ്ങൾ ജിയോവാനിക്ക് വേണ്ടി ഈ പുണ്യ പിതാവിൻ്റെ പക്കൽ സഹായം അഭ്യർത്ഥിച്ചു. എല്ലാവരും മുട്ടുകുത്തി തിരുസ്വരൂപത്തിനു മുന്നിൽ അശ്രുകണങ്ങൾ ചൊരിഞ്ഞു. ദീർഘനേരം പ്രാർത്ഥിച്ചു. മാറിയോസേപ്പിൻ്റെ രൂപത്തിൽ ചുംബിക്കുവാനുള്ള പ്രചോദനം രോഗിക്കുണ്ടായി. ആഗ്രഹം കുടുംബാംഗങ്ങളെ അറിയിച്ചു. അതനുസരിച്ച് രൂപം കൊണ്ട് വന്നു ചുംബിച്ചു. യുവാവിൽ അത്ഭുതകരമായ രോഗശാന്തിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ക്രമേണ രോഗമുക്തി ലഭിക്കുകയും ചെയ്തു. ജപം: പ്രാർത്ഥനാ ജീവിതത്തിൽ ഉന്നതമായ പദവി പ്രാപിച്ച വിശുദ്ധ ഔസേപ്പേ, അങ്ങ് ദൈവവുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുവല്ലോ. അങ്ങ് ചെയ്തതെല്ലാം ഈശോയോട് കൂടിയും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയുമായിരുന്നു. വത്സല പിതാവേ, ഞങ്ങളും ദൈവാരാധനയിലും പ്രാർത്ഥനയിലും തീഷ്ണതയുള്ളവരാകുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയോട് കൂടിയും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയും നിർവഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴേ എന്നേക്കും. ആമീൻ. വിശുദ്ധ യൗസേപ്പിൻ്റെ ലുത്തനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക. ലോകരക്ഷനായ ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധമേ, പരിസപറയമേ,
വിശുദ്ധ യൗസേപ്പേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാര, ദേവകുമാരന്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിന്റെ നാഥനെ, എത്രയും നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ, മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, അത്യന്തം അനുസരണമുള്ള വിശുദ്ധ യൗസേപ്പേ, മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ക്ഷമയുടെ നർപ്പണമേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, തൊഴിലാളിയുടെ മാതൃക, കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, കന്യകളുടെ സംരക്ഷക, കുടുംബാംഗങ്ങളുടെ ആധാരമേ, നിർഭാഗ്യരുടെ ആശ്രമേ, രോഗികളുടെ ആശ്രയമേ, മരണാശ്രയിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുക്കളുടെ പരിഭ്രമമേ, തിരുസഭയുടെ പാലക, ഭൂലോകപാവങ്ങൾ നീക്കുന്ന ദൈവചമ്പ്രാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈശ്വരനെ, കർത്താവേ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോകപാവങ്ങൾ നീക്കുന്ന ദൈവചമ്പ്രാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈശ്വരനെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോകപാവങ്ങൾ നീക്കുന്ന ദൈവചമ്പ്രാട്ടിക്കുട്ടിയായിരിക്കുന്ന ഈശ്വരനെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധ ഔസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാതൃകയായ വിശുദ്ധ ഔസേപ്പെ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ.